ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എനിക്കൊരു ഇളനീരിൻ്റെ കേക്കാണ് ഓർഡർ ഉള്ളത്. 1 kg ഇളനീർ കേക്കാണ്. ടോൾ കേക്കായിട്ടാണ് ചെയ്യാനുള്ളത്. വെള്ളനീരൊക്കെ നമ്മളെ തെങ്ങുമ്പോൾ തന്നെ ഇട്ടേക്കാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ വെള്ളവും പൾപ്പൊക്കെ മാറ്റി പൾപ്പ് കുറച്ച് മിൽക്ക് മെയ്ഡും കൂട്ടി അരച്ചെടുത്തു കേട്ടോ. അപ്പോൾ കേക്ക് വെറ്റ് ചെയ്യാനുള്ള വെള്ളം, ഇളനീർ വെള്ളം, മിൽക്ക് മെയ്ഡും പഞ്ചസാരയും കൂട്ടി ആണ് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത്. അപ്പോൾ കേക്ക് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. ഫില്ലിങ്ങൊക്കെ കൊടുത്ത് ക്രീം കോട്ട് ചെയ്ത് വെക്കട്ടെ. ഫസ്റ്റ് ക്രീം ബീറ്റ് ചെയ്തെടുത്ത് അതിലേക്ക് കുറച്ച് നമ്മൾ അരച്ച് വെച്ച ഇളനീരിൻ്റെ പൾപ്പൊക്കെ കുറച്ച് കൂട്ടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ഫില്ലിങ്ങിൽ ക്രീം കൊടുക്കുന്നത്. ക്രീം കൊടുത്തതിൻ്റെ മുകളിൽ കുറച്ച് നമ്മൾ അരച്ച് വെച്ച ഇളനീരിൻ്റെ പൾപ്പും മിൽക്ക് മെയ്ഡും അണ്ടിപ്പരിപ്പും ബദാമൊക്കെ കട്ട് ചെയ്ത് വെച്ചതും ഇളനീരിൻ്റെ പൾപ്പ് കട്ട് ചെയ്ത് വെച്ചൊക്കെയാണ് ഫില്ലിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഞാൻ 900 രൂപയാണ് കേട്ടോ ഇളനീരിൻ്റെ കേക്കിന് വാങ്ങൽ. അപ്പോൾ അതുപോലെ നമുക്ക് ഇതിൻ്റെ 6 ലെയറും ഒന്ന് ഫില്ലിങ്ങൊക്കെ കൊടുത്ത് ക്രം കോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ആ ലൈക്ക് ബട്ടൺ ഒന്ന് ടച്ച് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ഷെയറൊക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഈ കേക്ക് എനിക്ക് നല്ല ഫീഡ്ബാക്ക് കിട്ടുന്ന കേക്കായിരുന്നു കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു, നല്ല അടിപൊളി കേക്കായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ആര് പറഞ്ഞു കേട്ടോ. ഇത് റെഡ് കളറിലാണ് കേട്ടോ നമ്മളോട് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ക്രം കോട്ടൊക്കെ ചെയ്ത് അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെച്ച് പുറത്തെടുത്താണ്. അപ്പോൾ ഈ ഫൈനൽ കോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്തതാണ് കേട്ടോ. അപ്പോൾ മുകൾ ഭാഗത്തു നിന്ന് ഫസ്റ്റ് ഫിനിഷ് ആക്കിയിട്ടാണ് കേട്ടോ കൊണ്ടുവരുന്നത്. ക്രം കോട്ട് ചെയ്തപ്പോൾ തന്നെ അതിന് സ്റ്റിക്ക് കൊടുക്കാൻ മറന്നു കേട്ടോ. ക്രം കോട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ സ്റ്റിക്ക് കൊടുക്കണമായിരുന്നു. അപ്പോൾ അത് മറന്ന് പിന്നെ അതുപോലെ ഫൈനൽ കോട്ട് ചെയ്തപ്പോൾ എനിക്ക് അതിൻ്റെ ഓർമ്മ വന്നത്. അപ്പോൾ ഫൈനൽ കോട്ട് ചെയ്തപ്പോഴാണ് കേട്ടോ സ്റ്റിക്ക് കൊടുത്തിട്ടുള്ളത്. സ്റ്റിക്ക് ഒരു ഇച്ചിരി വലിപ്പം കൂടുതലാണെന്നത് രണ്ടാമത് എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടി എടുത്താണ് കേട്ടോ. അപ്പോൾ കട്ട് ചെയ്ത് കണ്ട് ഒന്നുകൂടി നമുക്ക് കൊടുക്കുകയാണ്. ഇതുപോലെ ഒന്ന് ഫൈനൽ കോട്ടൊക്കെ ചെയ്തെടുക്കുകയാണ്. റെഡ് കളറിലാണ് നമുക്ക് കേക്ക് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ ഫസ്റ്റ് ഫൈനൽ കോട്ട് ചെയ്തിട്ട് ഒരു തിൻ ലെയർ മാത്രമാണ് റെഡ് കളർ കൊടുക്കുന്നത് കേട്ടോ. ഒരുപാട് കളർ വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ കസ്റ്റമർ നമ്മളോട് കളർ ചെയ്യാൻ പറയുമ്പോൾ നമുക്ക് കൊടുക്കൽ നിർബന്ധമാണല്ലോ. ഞാൻ മാജിക് ജെൽ കളറാണ് കേട്ടോ റെഡ് കളറ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതുപോലെ അവിടെ ഇവിടെയൊക്കെ ഒന്ന് റെഡ് കളർ കൊണ്ട് ടച്ച് ചെയ്ത് കൊടുത്തിട്ട് സ്ക്രാപ്പർ കൊണ്ട് വലിച്ചു കൊടുക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ ഒരുപാട് കളറാവില്ല, റെഡ് കളർ ആവും ചെയ്യും. അപ്പോൾ കളറ് കുറവില്ലോടത്തൊക്കെ ആ ക്രീം അങ്ങനെ ഒന്നാക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതുപോലെ എല്ലായിടത്തും ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കേണ്ടത്. എന്നിട്ട് മുകളിൽ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷാണ് കേട്ടോ കൊടുക്കേണ്ടത്.
ഗനാഷ് ഒഴിക്കൊണ്ടുള്ള മുകൾ ഭാഗം ഒരുപാടൊന്നും ഫിനിഷ് ആക്കണ്ട കേട്ടോ. മുകളിലേക്കുള്ള ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കാം. ഗനാഷൊക്കെ വെച്ച് സെറ്റാക്കിയിട്ട് ഇതിന് ഗോൾഡൻ കളർ ബോൾസും മുകളിലൊരു സ്റ്റിക്കറും 1ൻ്റെ ടോപ്പറും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഫോണ്ടൻറ്റിൽ സ്റ്റാർ ഉണ്ടാക്കി വെക്കാനുണ്ടായിരുന്നു കേട്ടോ, സ്റ്റിക്കിൽ കുത്തിയുണ്ട്. അതെനിക്ക് വീഡിയോ പിടിക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൽ ഫോണിലെ ചാർജൊക്കെ കഴിഞ്ഞിട്ടോ. അപ്പോൾ അതായത് ഫൈനൽ ലുക്ക്